യാത്രാലോകം എന്നോട് പറഞ്ഞു, എന്തോ ഇത് നല്ല സുഖമാണ് ബ്രോ, വേറെ നോക്ക്. പക്ഷെ വേറെ നോക്കണതിന് മുമ്പ് എനിക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 3 കാണണ്ടേ. രണ്ടാം ദിവസം രാവിലെ 8 മണി. അതേപോലെ ബിഗ് ബോസ് പാട്ടിട്ട് കൊടുക്കുന്നു, എല്ലാവരും വന്ന് ഡാൻസ് കളിക്കുന്നു. സാധാരണ എല്ലാ സീസണിലും എന്താ സംഭവിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിട്ട ശേഷമാണ് എല്ലാവരും ഉറക്കത്തിൽ എണീക്കാറ്. പക്ഷെ ഈ സീസണിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എത്തി കുളിച്ച് കുറി തൊട്ട് കുട്ടപ്പനായിട്ട് നിൽക്കുമ്പോഴാണ് ബിഗ് ബോസ് പാട്ടിടുന്നത്. ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് ലേറ്റ് ആയിട്ട് എണീക്കുന്നു, അല്ലെങ്കിൽ ഇവരൊക്കെ നേരത്തെ എണീക്കുന്നു. ആകെ എനിക്ക് തോന്നുന്നു ഈ ജാൻമണി മാത്രമാണ് കറക്റ്റ് ബിഗ് ബോസിന്റെ റൂൾ അനുസരിച്ച് പാട്ട് കേൾക്കുമ്പോ ചാടി ഇരിക്കുന്നതാണ്. അയ്യോ മോനെ ഋഷി, എന്ത് പറ്റിയടാ? ലേ ഋഷി, ഞാനിവിടത്തെ പുല്ലൊന്ന് ടെസ്റ്റ് ചെയ്തതാ. പുല്ല് ആ ജാൻമണി മാത്രല്ല നിഷാനും നോറയും പാട്ട് കേൾക്കുമ്പോ തന്നെ എനിക്ക്. ബൈ ദ ബൈ, നമ്മുടെ ജിൻഡോ ചേട്ടൻ ഡാൻസ് കളിക്കാൻ പഠിച്ചു ഗൈസ്. വന്ന് പൊട്ടറിയാത്ത ആളാ, പുരോഗമനുണ്ട്. രാവിലെ 8:10 നമ്മള് ലിവിംഗ് റൂമിലേക്ക് ഒന്ന് എത്തി നോക്കാണ്. ഓ രതീഷേട്ടന്റെ സൗണ്ട് പോയി. ഇന്നലെ അടുപ്പിലെ ഡയലോഗ് അടിച്ചതാ. അയ്യോ ഐ മീൻ അടുപ്പ് മീൻസ് ഗ്യാസ് സ്റ്റൗ ഡയലോഗ് അടിച്ച് ഒച്ചെടുത്തോണ്ടാന്ന് തോന്നുന്നു. പുള്ളിയുടെ സൗണ്ട് പോയിട്ടുണ്ട്. ഇന്ന് ഈ സൗണ്ടും വെച്ച് പുള്ളി എങ്ങനെ ചൊറിയാവും? ഒന്നുമില്ല. ആ സൗണ്ട് ഇല്ലെങ്കിലും പുള്ളി രാവിലെ തന്നെ ശ്രീധുകൃഷ്ണന് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. കൊള്ളാൻ ചേട്ട കളി. ചായ തരട്ടെ. ഇതെന്തോ കീ കൊടുത്ത റോബോട്ടാ? മൂക്കിൽ തൊട്ടത് കണ്ടായിരുന്നു. നമ്മുടെ റോക്കി ബായ് എന്താ കാര്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് കേട്ടോക്കാം. എന്തിനാണ് മൂക്കിൽ? ജോക്കറാണ് മൂക്കിൽ മറ്റേ സാധനം വെക്കുന്നത്. ആ ചേട്ടൻ ഡയറക്ടർ ബ്രില്യൻസിന്റെ ആളായിരുന്നല്ലേ? ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ലേ ഋഷി പറഞ്ഞിട്ട് തന്നെ എനിക്ക് മനസ്സിലായില്ല, പിന്നല്ല അയാൾക്ക് മനസ്സിലാവണേ. അതാരവിടെ കുളിമുറിയിൽ അടിയിലാക്കണേ? അല്ല ഇത് നമ്മുടെ ജിൻഡോ രതീഷ് അല്ലേ? നീയും കേറും അവനും കേറും. അത് ശരി, നിങ്ങൾ ആദ്യം തീരുമാനിക്കും ആരാരുടെ മേത്തേക്ക് ആദ്യം കയറണ്ടേന്ന്, എന്നിട്ട് നമുക്ക് ഡയലോഗ് അടിക്കാം. ലേ ജിൻഡോ, ഇവന്റെ വായിക്കകത്ത് കയറി ഡയലോഗ് അടിച്ചാലാ കാര്യമുള്ളൂ. ഇവൻ എന്നെ കൊണ്ടൊന്നും പറയാൻ സമ്മതിക്കണല്ലോടെ. ഞാൻ സ്ത്രീകളെടുത്ത് പറഞ്ഞ കാര്യം തനിക്ക് തോന്നുന്നു. എനിക്ക് അറിയാൻ പാടില്ലാത്തൊന്നും ചോദിക്കേണ്ട രതീഷേട്ടാ, സ്ത്രീകൾക്ക് എന്താ കുഴപ്പം? രതീഷേട്ടൻ മാത്രമേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അയാള് റൂമിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും അടി നടക്കും? ഇവൻ സമാധാനം സംസാരിക്കാൻ പോയാലും പ്രശ്നമാണല്ലോ. ലേ നോറ, ഇവൻ കൊറേ നേരം സ്കോർ ചെയ്യണ്. എനിക്കാണെങ്കിൽ സ്ക്രീൻ പ്രസൻസ് കിട്ടണില്ല. ഒന്ന് ഷൈൻ ചെയ്തേക്കാം. രതീഷ്, ഇന്ന് ഞാൻ തന്നെ താരം. ലേ നിഷാന, പുല്ല് എന്തെവിടെ ഇപ്പൊ സംഭവിച്ചേ? തെറ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചോദിക്കില്ല. അതൊക്കെ അത്ര ഉള്ളു രതീഷേട്ടാ. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമ ചോദിക്കത്തില്ല. ക്ഷമ ചോദിക്കൂല, ഏത്തോടുന്നു. ഇയാള് ഭയങ്കര ഓവറാട്ടാ. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഇവർക്ക് നല്ലൊരു മോർണിംഗ് ടാസ്ക് കൊടുത്തു. നല്ല 3G ആക്കിയിട്ട് നമ്മുടെ സുരേഷ് മേനോൻ ചേട്ടൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇയാളോട് ഭാവി പറഞ്ഞ് കോമഡി ആക്കാൻ പറഞ്ഞിട്ട് പുള്ളി അവിടെ കിടന്ന് മോണോക്ട് കാണിക്കുന്നു. ഇതേത് ബാബു? എന്നിട്ട് ഓ ഈ ചേട്ടൻ എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടിട്ടാ. ലേ രതീഷ്, ഇയാൾക്ക് ടാസ്ക് കൊടുത്ത് എനിക്ക് ഷൈൻ ചെയ്യാൻ ചാൻസ് ഇല്ലല്ലോ. കൈ കടിക്കൂല. ഇതെവിടെ പല്ലി ചലക്കണേ? ഐ രതീഷ് ഉമ്മ വെച്ചതാ. ദിവസം രാവിലെ 11 മണി. നമ്മുടെ രതീഷ് ചേട്ടന് കാര്യമായിട്ട് എന്തോ വിഷമം ഉണ്ടിട്ടാ. നമുക്ക് എന്താ നോക്കാം. നിങ്ങളെല്ലാവരും ഞാൻ പെങ്ങന്മാരായിട്ടാണ്. ആ നിങ്ങളൊക്കെ പെങ്ങന്മാരാണ്. കെട്ടിപ്പിടിച്ചോ? അപ്സര പാവം, നല്ല വിഷമമുണ്ട്. ചേട്ടൻ പറ ചേട്ടാ. നിങ്ങളെങ്ങനെ തൊട്ടോ? യു മീൻ ഇന്ന് എന്റെ ബാക്കിൽ കെട്ടിപ്പിടിച്ചു. പിന്നെ ആര് കെട്ടിപ്പിടിച്ച ചേട്ടന് ഇഷ്ടപ്പെടാഞ്ഞ്? നാളെ അവൾ എന്നെ ഉമ്മ വെച്ചാലോ? ഉമ്മയാ? അല്ലെങ്കിൽ ചേട്ടൻ കിസ് ചെയ്യുന്നു. ശരിയാണ്, ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ ബോഡിയിൽ കെട്ടിപ്പിടിക്കാൻ പാടില്ല. എന്നാലും നമുക്ക് നോക്കാം ഈ ചേട്ടനെ ആ ചേച്ചി എപ്പോഴാണ് കെട്ടിപ്പിടിച്ചത്. ശരിയാണ്, പെർമിഷൻ ഇല്ലാതെ കെട്ടിപ്പിടിക്കുന്നത് മോശമാണ്. ആള് പറഞ്ഞു കെട്ടിപ്പിടിക്കരുതെന്ന്. പിന്നെ കെട്ടിപ്പിടിച്ചാലല്ലേ മോശമുള്ളൂ. എന്തായാലും രതീഷേട്ടന്റെ ഭാഗത്ത് തന്നെ ശരി. രതീഷേട്ടൻ പറ. നമ്മുടെ രതീഷേട്ടന് നല്ല വിഷമം ഉണ്ട് കേട്ടോ, പാവം. പക്ഷെ ഒരു തുള്ളി കണ്ണീര് വരുന്നില്ല കരയുണ്ടെങ്കിൽ. വിഷമം പോയി ഇത്ര പെട്ടെന്ന് കലിപ്പായ. ഇതെന്ത് സ്വിച്ച് ഇട്ട് മാറുന്ന പോലെ? കാര്യല്ലേ പാവൻ ജാനുമണി. ആ ഋഷിക്ക് കാര്യം മനസ്സിലായി. ലേ ഋഷി, എടാ മണ്ടന്മാരെ, ഇത് ഇവന്റെ അഭിനയമാണ്. നിനക്കൊന്നും മനസ്സിലായില്ലേ? എന്താണോ രതീഷ്,
പുല്ല് ഇവന് മനസ്സിലായില്ല. അഭിനയം നിർത്താം, ഇനി കുറച്ച് ഡയലോഗ് അടിക്കാം. അപ്സര. അപ്പൊ ഞാനിപ്പോ ആരായി? ശ്രീതു. ഇതെന്ത് മലര്? എന്റെ പൊന്നേട്ടാ, അവർക്ക് പുറത്ത് ആണുങ്ങളെ കിട്ടായിരിക്കുന്നു ഇങ്ങോട്ട് വന്നൊന്നല്ല. ആ ചേച്ചി തന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ താൻ ആരടാ? ഷാറൂഖ് ഖാൻ. പാവം ആ ജാൻമണീനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കേണ്ട ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. നിനക്ക് മനസ്സിലായി? രതീഷ്, നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലായി? എനിക്കെല്ലാം മനസ്സിലായടോ. തന്റെ കള്ളക്കളിയും അഭിനയം എല്ലാം മനസ്സിലായി എന്നാണ് പുള്ളി പറയുന്നത്. കത്തട്ടെ തീയെ കത്തട്ടടാ. ഒരു മണങ്ങളെ കൊള്ളു ലേ അർജുൻ. അപ്പൊ ഇത്ര നേരം നിങ്ങൾ ഞങ്ങളെ പൊട്ടന്മാരാക്കായിരുന്നില്ല. ഇതായിരുന്നല്ലേ തന്റെ ഉദ്ദേശം? എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ലല്ലേ? 11:40. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തൊരു ടീംസ് ഉണ്ട്. ആരാന്നല്ലേ? അവരാണെങ്കിൽ ഇപ്പോട്ട് ഇരിക്കുന്നു സിജോ, റോക്കി. ഇവർക്ക് രതീഷ് ഷൈൻ ചെയ്യുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല. എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യാൻ നടക്കാം. എന്റെ പൊന്നു മുടിയാ, നീ മുടിയും വെച്ചിരുന്ന് കരയല്ലേടാ. നമുക്ക് തന്നോണ്ടിരുന്ന ഫുഡ് നമ്മുടെ വേസ്റ്റ് ആയിട്ടുണ്ട്. ചേച്ചിക്ക് എന്താ പറയണ്ടാ? പറ ചേച്ചി. ആ പാത്രം കഴുകുകയോ തുടയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരും ചെയ്തിട്ടില്ലേ? ജിൻഡോ എല്ലാവരും പറയുമ്പോ ജിൻഡോ ഈ വീട്ടിലെ അല്ലേ? ഇവനിപ്പോ അവിടെ നിന്ന് വന്ന് ഇവൻ ഞാൻ പറയണേ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നതാണ്. എല്ലാവരും ചെയ്തിട്ടില്ല എന്ന് പറയില്ലേ? ഞാൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി വന്നോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ലാന്ന് പറഞ്ഞ് ചേച്ചി ബാത്റൂമിലേക്ക് പോയി. എന്റെ സ്പേസിലാണ് രതീഷ് സംസാരിച്ചത്. ചേച്ചിക്ക് ആരടാ സ്പേസ് കൊടുക്കാത്ത? ഇത്തിരി സ്പേസ് കൊടുക്കടാ. നമുക്കറിയില്ല, അത് കറക്റ്റ് ചെയ്യാം. അവർ ബാത്റൂമിൽ ഇരിക്കുന്ന ചേച്ചി ഇപ്പൊ വരും, എല്ലാവരും വരും, എല്ലാവരും വന്ന് എന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഞാൻ ഇവിടെ ഷൈൻ ചെയ്യും. പാത്രത്തിൽ വന്നിട്ട് കഴിക്കുമ്പോ അപ്പം മനസ്സിലാവും. യമുന ചേച്ചി, ഇതാണ് പറ്റിയ ഗ്യാപ്പ്. 2 പഞ്ച് ഡയലോഗ് അടിച്ച് 2 കയ്യടി വാങ്ങിക്കാം. ബാത്റൂമിലെ ചേച്ചി എന്റെ ഐഡിയ ആയിരുന്നു. നിങ്ങൾ പറഞ്ഞ് കയ്യടി വാങ്ങിച്ചൂലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ട്രാൻസിലെ ഫഹദ് ഫാസിലാവാം. ഞാനൊന്ന് കൈയടിക്കട്ടെ. എന്നാലും അവര് ഞാനിവിടെ കരഞ്ഞു നിന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ ആരും വന്നില്ലല്ലോ. എനിക്ക് വിഷമായി. അവരവിടെ ഇരുന്ന് ചിരിക്കാം. എന്റെ പ്ലാൻ പൊളിഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ബാത്റൂമിൽ കയറിയിരുന്ന് കരയട്ടെ. സിജോക്ക് എന്തോ കാര്യമായിട്ട് പറയാണ്ടിട്ടാ. സിജോ പറ. സിജോ തിരക്ക് പോയി തെളിയിക്കുന്നു. ലേ സിജോ, ഈ ജാസ്മിൻ എന്തിനാ ഞാൻ എന്ത് പറഞ്ഞാലും ഏറ്റുപിടിക്കണേ? പുല്ല്, ഞാൻ അർത്ഥം പറയാനേ അവിടെ പോകും. ഈ ഡയലോഗ് അടിക്കാം. ഈ മീനിങ് പറയാനല്ല ഞാൻ അവിടെ നിൽക്കുന്നത്. ലേ ജാസ്മിൻ, ആരോട് തിരക്കാൻ? സിജോ, നിനക്ക് എന്നെ വിടാൻ ഒരു നിർവാഹമില്ലല്ലേ? ഞാനൊരു ഡയലോഗ് പറഞ്ഞതിന് ഒരു വാക്കുമ്പോ കയറി പിടിച്ചോണ്ടിരിക്കാ നീ. ഞാൻ പോയി തിരക്കണം, എന്റെ ആവശ്യമാണ്. ലേ നോറ, ഉണ്ടോ എന്ന് തിരക്കാനോ? എനിക്ക് ഇവിടെ നിന്നാ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, ഇപ്പഴും ഞാൻ ഓർത്തെ ഫുഡ് കഴിച്ചിട്ട് കൈയഴുകിയില്ല. കൈയഴുകിയില്ലെങ്കിൽ കല്യാണം വൈകും. ഞാൻ പോയി തിരക്കണം. പിന്നെ അവിടെ അടിയോടടി. ജാസ്മിനും രതീഷും ഒരു ഭാഗത്ത്, സിജോയും ഋഷിയും മറുഭാഗത്ത്. ഇവിടെ എന്തോ ഒരു വഴക്കിടക്കണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോൾ കരയാണ്. അപ്സരയാ? ഇവളൊന്നും പറയാൻ പോണില്ല. ഇവളെ ഒന്ന് ചോദിച്ചേക്കാം. ഋഷി മൂർഖനെയാണല്ലോ ദൈവമേ ചവിട്ടിയത്. ഋഷി, ഇനി ഇവിടെ നിന്ന് മുങ്ങുന്നതാണ് നല്ലത്. അപ്പൊ അപ്സര, നിന്നെ ഞാൻ വീട്ടിലിറങ്ങി പറഞ്ഞിട്ട് പോടാ. ഋഷി, വിട് പെണ്ണുമുള്ള. വിടൂലടാ, വിട് പെണ്ണുമുള്ള, വിടൂലടാ. ലാസ്റ്റ് പൊരിഞ്ഞ ഋഷി ഓവർന്ന് പറഞ്ഞ പിന്നെ മിണ്ടാൻ പാടില്ല. അതാണ് നിയമം. അപ്സര പറയടാ. ഋഷി, പുല്ല് ഇവളുടെ വായിൽ സ്പീക്കർ എടുത്ത് വെച്ചേക്കാം. ഒന്നും പറ്റേണ്ട. അവസാനം ഋഷി തോൽവി കീഴടങ്ങി. എങ്ങനെയാന്നല്ലേ? ഇങ്ങനെ കുറച്ച് വെള്ളം കുടിക്കണം. അതിന്റെ ഇടയ്ക്ക് ജാൻമണി, എന്റെ പേരിലാണ് ഇവര് വഴക്കിടുന്നത്. എനിക്കൊരു പ്രശ്നമില്ലല്ലോ, ഇവർക്കൊക്കെ വട്ടായ. അല്ല റോക്കി ഭായ്, അതെല്ലാവർക്കും ഉള്ളതല്ലേ? അതേ ഉള്ളു നിന്റെ. ലേ രതീഷ്, ഇത് എന്റെ ഉണ്ടയാടാ. എന്റെ ഉണ്ടക്ക് വാല്യൂ വാല്യൂ. സിജോനെ ഫേമസ് ആക്കണമെങ്കിൽ ഉണ്ടേ വേണ്ട. സിജോ മാത്രം നന്നാ. നിനക്ക് ഫേമസ് ആവാൻ ഒന്നും വേണ്ടേ? അതിന് നീ ഏതാ? സംസാരിക്കുമ്പോ പാട്ട് പാടി കോൺസെൻട്രേഷൻ കളയുന്നോടാ പന്നി. നമ്മുടെ നാട്ടിൽ LKG പിള്ളേർ. അത് കഴിഞ്ഞപ്പോ രതീഷ്, നല്ല വിശപ്പുണ്ട്, ഞാൻ ഇത്തിരി ഫുഡ് കഴിക്കട്ടെ. നമ്മൾ കപ്പടിച്ച് ഞാൻ കപ്പടിച്ച് പുറത്തിറങ്ങൂലളിയാ. ലേ റോക്കി ബൈ, പുറത്തങ്ങമ്പലത്തേക്ക് രതീഷിനെ വിളി. ശരി, നിനക്ക് കപ്പടിക്കണം, ഞാൻ കയ്യടിക്കണം. ശരിടാ. ഈ ജാസ്മിന് സിജോനോട് എന്തോ ഒരു ദേഷ്യമുണ്ട്. സിജോ എന്ത് പറഞ്ഞാലും ജാസ്മിനെ ഏറ്റ് പിടിക്കും. ഇതിപ്പോ നോക്കോ, കളി നേരവാ നേരവോ ഉറപ്പായിട്ട്. ജാസ്മിൻ ഒരേ പൊളി. നേരെ നിന്നേ രതീഷിന്റെ രാത്രി കിടന്ന് പെടുക്കും.
ഒരു അറിയിപ്പുണ്ട്, പെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ യൂറോളജിസ്റ്റിനെ ഒന്നും കാണണ്ട, നമ്മുടെ സിജോ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി, പുള്ളി പെടുത്തി തരും. നിങ്ങളുടെ പേടി നിങ്ങളുടെ മൂത്രസഞ്ചി അയാളുടെയിലാണോ? ജാസ്മിൻ ഒരേ പൊളി. നിനക്കേരെന്നൊക്കെ പറഞ്ഞ LKG പിള്ളേരാ UKG പിള്ളേരാ. അത് ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. എന്ത് പറഞ്ഞാലും എന്തിനാണ് ഈ LKG പിള്ളേരെ നെഞ്ചത്തേക്ക് കയറണേ? അവര് വല്ല ടോക്കിംഗ് ടോമും ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടോണ്ടിരിക്കണേ, അല്ലാണ്ട് നിങ്ങളുടെ ബിഗ് ബോസ് അല്ല. ഇത് ഞാൻ എവിടെയോ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജിൻഡോനെ നല്ല ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് യമുന റാണി ചേച്ചി നിയമിച്ചിട്ടുണ്ട്. ജിൻഡോ ചായ ഉണ്ടാക്കുന്നത് നോക്കാം. പാലണി പോവും പാലം കളിച്ചു പോവും. അത് ശരിയാ ജിൻഡോ ചേട്ടാ, പാലാവുമ്പോ ഇത്തിരി തിളച്ചു പോണം. ഇല്ല വേണ്ട. പക്ഷെ ഇവിടെ ചൂടാവണത് പാലല്ല, ജിൻഡോ ചേട്ടനാ. വേണം വേണം ആ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്. ഈ സീനില് ജിൻഡോ വാസ് പൊളി. യമുന റാണി ചേച്ചി മൂർഖനെയാണല്ലോ ഞാൻ ചവിട്ടിയത്. പോടാ വെച്ചൂടെ വെച്ചൂടെ. അതിന്റെ ഇടയ്ക്ക് വേറൊരു ക്യൂട്ട്നെസ് ഞാൻ കാണിച്ചു തരാട്ടാ. ദേ അങ്ങോട്ട് നോക്കൂ. സൈലൻ സൈലൻ. ചായ ചായ. ഇതെന്താണല്ലേ, കഴിഞ്ഞ സീസണില് അഖിൽമാരാന്റെ ശോഭ ചേച്ചി ഇങ്ങനെ മേക്കപ്പ് ചെയ്തപ്പോ വൈറലായിരുന്നു. അത് ഓർത്ത് ഗബ്രി വൈറലാവെന്ന് പറഞ്ഞ് ചെയ്യണതാ, പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. ചായ കുടിച്ച് ഗർഭം. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചിന്തോ ചേട്ടൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ അപ്സരനാണ് ചായ ടേസ്റ്റ് ചെയ്യാൻ വന്നേനെ. അപ്സര വിചാരിച്ചിട്ടുണ്ടാവും മോശം ചായ എന്ന് പറഞ്ഞവൻ എന്നെ എടുത്തിട്ട് അടിയും, അതുകൊണ്ട് നല്ല ചായ എന്ന് പറയാം. നല്ല ചായ. സത്യം പറ. അപ്പൊ നല്ല ചായ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ രതീഷ് ചേട്ടന്റെ ലൈഫ് എക്സ്പീരിയൻസ് പറയലായിരുന്നു. പുള്ളിക്ക് ആരും പടക്കം വാങ്ങിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കരയുണ്ടായിരുന്നു. ലേ ഹൻസിബ, പുല്ല് ചിരിക്കാനും പറ്റുന്നില്ലല്ലോ. എനിക്ക് കൊണ്ടുവന്ന് തരും. ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോ പടക്കം വാങ്ങാൻ പൈസ ഇല്ലാതിരുന്ന ചേട്ടനാണ് എന്റെ ഹീറോ. കണ്ണന് പടക്കം മേടിക്കണം, ഒരു 50 രൂപ കൊടുക്കണം. അതിന്റെ ഇടയ്ക്ക് റോക്കി ബായ്ക്ക് ചിരി വന്നിട്ട് ചിരി നിർത്താൻ പറ്റണില്ല. അപ്പൊ നമ്മുടെ രതീഷ് പറയണേ, മക്കളെ ഇത് അഭിനയമല്ല എന്നപ്പോ പുള്ളിക്ക് തന്നെ തോന്നി ഇത് അഭിനയം കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നു. ആക്ടിങ് അല്ല കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ഒരു സീൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞോണം ചെയ്തത്. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങളുടെ ഈ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എനിക്ക് എന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ട് വേണ്ട, എനിക്ക് പ്രേക്ഷകരുടെ ഒരു സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ പറയാം, ചെറുപ്പത്തിൽ എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2-3 കൊല്ലം ഞാൻ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അതിനുശേഷമാണ് പതുക്കെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു ശേഷി കിട്ടി. പിന്നെ ഒരു 3-4 വയസ്സായപ്പോഴേക്കും ഓടിച്ചാടി നടക്കാനും തന്നെ ഭക്ഷണം കഴിക്കാനുള്ളൊരു കഴിവിലേക്ക് ഞാൻ റീച്ചായി. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് കാണുന്ന നിലയിൽ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വലുതായി വന്നത്. ഇതാണ് എന്റെ സ്റ്റോറി.